ആയിട്ട് പോകുന്നത് IoT ഇനേബിളിംഗ് ടെക്നോളജീസിനെ പറ്റിയാണ്. എന്തിനെ പറ്റിയാണ് നമ്മൾ ഇനിയും പറയുന്നത്? IoT ഇനേബിളിംഗ് ടെക്നോളജീസ്. അതായത് IoTയെ എൻഹാൻസ് ചെയ്ത് അല്ലെങ്കിൽ IoTയെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്ത് പല ടെക്നോളജീസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം 5 മെയിൻ ടെക്നോളജീസാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വയർലെസ് സെൻസർ നെറ്റ്വർക്ക് WSN, then cloud computing, big data analysis, communication protocols and embedded systems. എന്തൊക്കെയായിരുന്നു നമ്മളിപ്പം പറഞ്ഞത്? ഫസ്റ്റ് വൺ എന്താ? വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. IoT എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ആണെന്ന് ഓർക്കണം. അപ്പോൾ വയർലെസ് സെൻസർ നെറ്റ്വർക്ക്. പിന്നെ IoTയിലെ ഇൻ്റർനെറ്റ് എന്തിലാണ് ഉള്ളത്? ക്ലൗഡിനകത്തിലാണ് ഉള്ളത്. പിന്നെ ബിഗ് ഡേറ്റ അനാലിസിസ് പോസിബിൾ ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. ലാസ്റ്റ് എന്തായിരുന്നു? എംബഡഡ് സിസ്റ്റം. ഒന്നുകൂടെ പറഞ്ഞ്, വയർലെസ് സെൻസർ നെറ്റ്വർക്ക്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡേറ്റ അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ്. ഇത് 5 IoT ഇനേബിളിംഗ് ടെക്നോളജീസ്. ഓക്കെ, ഫസ്റ്റ് വയർലെസ് സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് നെറ്റ്വർക്കാണ് നമ്മുടെ IoT എന്താക്കിയത്? പോസിബിൾ ആക്കിയത്. എന്നിട്ട് ഓരോ വയർലെസ് സെൻസേഴ്സിനെ പറ്റിയൊക്കെ എഴുതണം. ഇനി വരുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മെയിൻലി 4 സർവീസസ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലുള്ളത്. IaaS ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, PaaS പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, SaaS സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആൻഡ് DaaS ഡേറ്റ ആസ് എ സർവീസ്. ഈ സാധനം എന്തിന് നമുക്ക് പഠിക്കാനുണ്ടടാ? ഇതിനകത്തിൽ മൊഡ്യൂൾ 4 നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, ക്ലൗഡിനെ പറ്റി. ഇനി ലാസ്റ്റ് ബിഗ് ഡേറ്റ അനാലിസിസ്. ബിഗ് ഡേറ്റ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? നമുക്ക് ഹൈ എമൗണ്ട് ഓഫ് ഡേറ്റാസിനെയൊക്കെ അനലൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. നമുക്ക് സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് വേണം ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് എംബഡഡ് സിസ്റ്റംസ്. എംബഡഡ് സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻ്റഗ്രേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സിസ്റ്റത്തിനെ ഉണ്ടാക്കുക. ഇത്രയാണ് IoT ഇനേബിളിംഗ് ടെക്നോളജീസ്. എന്തൊക്കെയാണ് പറഞ്ഞാൽ 5 ഉണ്ട്. വയർലെസ് സെൻസർ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ എന്തായിരുന്നു ഉള്ളത്? ഞാൻ മറന്നുപോയി. വയർലെസ് സെൻസർ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ബിഗ് ഡേറ്റ അനാലിസിസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഉണ്ട്. ലാസ്റ്റ് എന്തായിരുന്നു? എംബഡഡ് സിസ്റ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ എംബഡഡ് ഡിവൈസസ് ഉണ്ട്. ഇത്രയാണ് IoT ഇനേബിളിംഗ് ടെക്നോളജീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇതിനകത്തിൽ IoT ലെവൽസ് ആൻഡ് IoT ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ്. ഇത് ചോദിക്കുമ്പോൾ നമുക്ക് ശരിക്കും 6 ലെവൽസ് ആണുള്ളത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5 ആൻഡ് ലെവൽ 6. 6 ലെവൽസ് ആണ് നമുക്കുള്ളത്. 6ഉം കൂടി ഒരുമിച്ച് ചോദിക്കില്ല, ഉറപ്പാണ്. ചോദിക്കുവാണെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ എന്താ 4 എണ്ണം. 4 എണ്ണമൊന്നും ചോദിക്കില്ല. മിക്കപ്പോഴും പ്രീവിയസ് ഇയറിനകത്ത് ഞാൻ 2 എണ്ണേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ഏതൊക്കെയാണ് ആ 2 എണ്ണം എന്ന് കണ്ടുപിടിക്കാൻ എന്താ ഇച്ചിരി പാടാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് IoT ലെവൽ 1. നമുക്ക് ശരിക്കും 2 പാർട്ടായിട്ടാണ് ഈ ഒരു സാധനം വരുന്നത്, ലോക്കലും ക്ലൗഡും. എന്തൊക്കെയാണ് വന്നിരുന്നത്? ലോക്കൽ ആൻഡ് ക്ലൗഡ്. IoT ലെവൽ 1-നകത്തിൽ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് എവിടെയാണ്? ലോക്കലിലാണ്. അവിടെ ക്ലൗഡിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് എന്തേ ഉള്ളൂ? സിംഗിൾ നോഡ്സ് ആണുള്ളത്. എല്ലാം ഇവിടെ തന്നെ. നോഡ്, ഡിവൈസ്, റിസോഴ്സസ്, കൺട്രോളർ, ഡേറ്റാബേസ്, റെസ്റ്റ്, ആപ്പ്. എന്താ ഇത് പറഞ്ഞ്? നോഡ്, ഡിവൈസ്, റിസോഴ്സ്, കൺട്രോളർ, ഡേറ്റാബേസ്, റെസ്റ്റ് അല്ലെങ്കിൽ വെബ് സോക്കറ്റ്, ആപ്സ്. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? ലോക്കൽ പാർട്ടിലാണ്. ക്ലൗഡിലൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സിംഗിൾ നോഡ്സ് ആണുള്ളത്, നോ ക്ലൗഡ് സ്റ്റോറേജ്, നോ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. ഇത്രയാണ് അതിൻ്റെ 3 പോയിൻറ്റ്സ്, ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. IoT ലെവൽ 2 എന്ന് പറയുമ്പോഴും എന്ത് വന്നു ഇവിടെ വ്യത്യാസം? ക്ലൗഡൂടെ ആക്ടിവേറ്റ് ആയി. ക്ലൗഡിൽ ക്ലൗഡ് സ്റ്റോറേജ് വന്നു. വേണ്ട, സിംഗിൾ നോ ഡിവൈസസ് ആണ്, ക്ലൗഡ് സ്റ്റോറേജ് വന്നു. പക്ഷേ സ്റ്റോറേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ഒന്നും എന്തിനില്ല? ലെവൽ 2-നകത്തിൽ ഇല്ല. ഡേറ്റാബേസ് തൊട്ടാണ് ക്ലൗഡിൽ, കണ്ടോ, ക്ലൗഡ് സ്റ്റോറേജ് മാത്രം. ലെവൽ 3 വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവോടാ? ലെവൽ 2-ൻ്റെ സെയിം ഡയഗ്രാം തന്നെ വരയ്ക്കണം. ക്ലൗഡ് സ്റ്റോറേജിൻ്റെ കൂട്ടത്തിൽ ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് അനാലിസിസ് എന്നൂടെ എഴുതണം. എന്തെഴുതണം? ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് അനാലിസിസ് എന്നൂടെ നമ്മൾ എഴുതണം. അപ്പോൾ ഇതും എന്താണ്? സിംഗിൾ നോഡാണ്. പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് അനാലിസിസ് പോസിബിൾ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി പോസിബിൾ. ഇവിടെ വരെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി പോസിബിൾ അല്ലായിരുന്നല്ലോ. 3rd ലെവൽ ആയപ്പം തൊട്ടാണ് എന്ത് പോസിബിളായ? കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കൂടിയത്.
ഇനി 4th ലെവലിൽ എന്ത് മാത്രമാണ് വ്യത്യാസം? മൾട്ടിപ്പിൾ നോട്ട്സ് ആർ ബീൻ യൂസ്ഡ്. എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്പിൾ നോട്ട്സ് ആണ് എവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ IoT ലെവൽ 5-നകത്തിൽ ലെവൽ 5 അല്ല, ലെവൽ 4-നകത്തിൽ വന്നിരിക്കുന്നത്. 4 തൊട്ടാണ് എന്ത് വരുന്നത്? മൾട്ടി ലെവൽസ് വരുന്നത്. അപ്പോൾ ഓരോ ലെവലിനകത്ത്, അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിൻ്റ് തന്നെ മൾട്ടിപ്പിൾ നോട്ട്സ് ഉണ്ട്, ക്ലൗഡ് സ്റ്റോറേജ് ആൻഡ് അനാലിസിസ് ഉണ്ട്, കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഇത് തേർഡ് പോയിൻറ്റ്സിൻ്റെ തന്നെ. ഇത് മൾട്ടിപ്പിൾ നോട്ട്സ് ആയിരുന്നു മാത്രം ഡിഫറൻസ്. ഇനി എക്സ്ട്രാ പോയിൻ്റ് എന്താണെന്നറിയോ? നമ്മൾ രണ്ട് സൈഡിലും IoTയുടെ ലോക്കൽ സൈഡിലും ക്ലൗഡ് സൈഡിലും നമ്മൾ ഓരോ ഒബ്സർവർ മോഡ്സിനെ അല്ലെങ്കിൽ ഒബ്സർവറിനെ ആഡ് ചെയ്യും. ഓക്കെ, എന്തിനെ ആഡ് ചെയ്യും? ഒബ്സർവറിനെ ആഡ് ചെയ്യും. അതാണ് ഇതിനകത്തിൽ വരുന്നത്. രണ്ട് സൈഡിലും എന്തുണ്ട്? ഒബ്സർവർ ഉണ്ട്. ആ രണ്ട് പോയിന്റുകളാണ് അതിനകത്തിൽ വരുന്നത്. ഇനി IoT ലെവൽ 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ. ഇവിടെ എന്ത് വരുമെന്നറിയാവോ? നമ്മൾ ഇതേണ്ടേ ഇവിടെ ഈ ഒരു പാർട്ടൂടെ വരും. ഇവിടെ ഈ സെക്കൻഡ് ഡയഗ്രം ഇല്ലാതെ മൾട്ടിപ്പിൾ നോട്ട്സ് എന്നുള്ളതിൻ്റെ ഇത് മാത്രം, ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമ്മുടെ ലെവൽ 4-നകത്തിൽ വരുന്നത്. ലെവൽ 5-നകത്തിൽ വരുമ്പം രണ്ട് സെറ്റ് ഇവിടെ ഒരു കൺട്രോളർ കൂടെ വരും. കണ്ടോ? ഇവിടെ മറ്റേത് നമ്മൾ ഡിറക്റ്റ് നോട്ട്സിനകത്തിൽ കൂടെ നമ്മൾ ഇവിടോട്ടം കൊടുക്കുമായിരുന്നു. 4 വന്നപ്പോഴത്തേക്കിന് സെയിം ഡയഗ്രാം തന്നെ, നടുക്ക് എന്തും കൂടി വന്നു? ഒരു കൺട്രോളർ കൂടെ വന്നു. കണ്ടോ? കൺട്രോളർ ഉണ്ട് എന്തിനു വേണ്ടിയിട്ട്? ടു അനലൈസ് ആൻഡ് അഗ്രിഗേറ്റ് ദ ഡേറ്റ. ഇനി ലാസ്റ്റ് ലെവലാണ് നമ്മുടെ IoT ലെവൽ 6. ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഏറ്റവും മണ്ടയ്ക്ക് റെസ്റ്റ് സർവീസസിനും കൺട്രോൾ സർവീസസിനും ഇടയ്ക്കും ഒരു ഇതുണ്ട്. കണ്ടോ? ഈ ഒരു റെസ്റ്റ് സർവീസസിനും കൺട്രോൾ സർവീസസിനും ഇടയ്ക്കായിട്ട് നമ്മൾ എന്തും കൂടെ വരയ്ക്കണം? ഇവിടെയും കൂടെ നമ്മളൊരു കൺട്രോളർ വരയ്ക്കണം. IoT ലെവൽ 4 ഇങ്ങനെ. ലെവൽ 5 വന്നപ്പം ഇവിടെ മാത്രം നോട്ട്സിൽ മാത്രം ഒരു കൺട്രോളർ വന്നു. IoT ലെവൽ 6 ഫൈനൽ ലെവൽ വരുമ്പോഴത്തേക്കിന് ലോക്കലിൻ്റെയും ക്ലൗഡിൻ്റെ ഇടയ്ക്ക് കൺട്രോളർ സർവീസിൻ്റെയും റെസ്റ്റ് സർവീസിൻ്റെയും കൂടെ ഇടയ്ക്ക് നമ്മൾ എന്ത് വരയ്ക്കും? ഒരു സെൻട്രലൈസ്ഡ് കൺട്രോളർ വരയ്ക്കും. ബാക്കി എല്ലാം സെയിം ആയിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 കഴിഞ്ഞു.